ഹാഷ്മി, ഏറ്റവും ഒടുവിൽ ഈ കാർവാർ SP പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏത് രൂപത്തിലാണ് നാളത്തെ രക്ഷാദൗത്യത്തിന്റെ ഗതി? വേണു, ഇന്നിപ്പോൾ നമ്മൾ ഈ തെരച്ചിലിന്റെ 9ാം നാളാണ്. 9ാം നാൾ 8 ദിവസങ്ങൾ ഉണ്ടായ വലിയ നിരാശയ്ക്ക് പരിഹാരമായി 9ാം നാൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ള വിവരം അർജുന്റെ ലോറി കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ്. ആ ലോറിയിലാണ് ഗംഗാവലി പുഴയിൽ തീരത്തോട് ചേർന്നാണ് ഈ ലോറി കണ്ടെത്തിയത്. അത് കാർവാർ SP വളരെ ഭംഗിയായി പറയുന്നുണ്ട്. നേരത്തെ കാർവാർ MLA-യും നമ്മുടെ MLA മഞ്ചേശ്വരം MLA AK അഷ്റഫും SP-യും കളക്ടറും നിന്ന് സംസാരിക്കുമ്പോൾ പറയാത്ത രീതിയിൽ ക്ലാരിറ്റിയിൽ SP നമ്മളോട് മാത്രമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം അത് പറയുന്നുണ്ട്. ഇത് അർജുൻ്റെ ലോറി തന്നെയാണ്. ഈ ലോറി നദിയിൽ ഇങ്ങനെ കീഴ്മേൽ മറിഞ്ഞ് കിടപ്പാണ്. നമുക്കതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇനി നടത്തേണ്ടത്. അത് നടത്താനുള്ള പ്രധാന പ്രശ്നം കാലാവസ്ഥയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുകയാണ് കാർവാർ SP. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഷിരൂരിൽ പെയ്ത മഴയ്ക്ക് ഒരു കയ്യും കണക്കുണ്ടായിരുന്നില്ല. അമ്മാതിരി മഴ എന്ന് പറഞ്ഞാൽ അസാധ്യ മഴ എന്ന് പറഞ്ഞാൽ വലിയ കാറ്റ്, വലിയ ഒരു പേമാരി കണക്കെ ഉള്ള പെരുമഴ പെയ്ത്താണ്. അത് ഷിരൂരിൽ നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിൽ മാത്രം. നമ്മളൊക്കെ ഇവിടെ കുട പിടിച്ച് നിൽക്കുമ്പോൾ കുടയൊന്നും എത്ര വലിയ ശക്തമായ കുടയൊന്നും ഈ കാറ്റിന് പ്രശ്നമേ അല്ല. കുട എത്രയോ കൂടെ അടിച്ചു പോകുന്നുണ്ട്. വേണു, ഇവിടെ ഈ ഷിരൂരിൽ മാത്രമല്ല, ഇതിന്റെ മലയോര മേഖലകളിൽ, കാട്ടുമേഖലകളിൽ, അതിന്റെ വൃഷ്ടിപ്രദേശങ്ങളൊക്കെ കനത്ത മഴയാണ്. ഈ മഴപ്പെയ്ത്ത് മൊത്തം പെയ്തിറങ്ങുന്നത് ഈ ഗംഗാവാലി പുഴയിലേക്കാണ്. അല്ലെങ്കിൽ തന്നെ രൗദ്രമായി ഒഴുകുന്ന ഗംഗാവാലി പുഴയുടെ അടിയൊഴുക്ക് വർദ്ധിപ്പിക്കാൻ ഇതൊക്കെ കാരണമാകുന്നു. അത് കാരണം നേവിയുടെ ഡൈവർമാർക്ക് അതിനുള്ളിലേക്ക് ഇറങ്ങാൻ ജമ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനം. നമ്മൾ ഈ ലോറി കണ്ടെത്തി എന്നുള്ളത് അങ്ങേയറ്റം ആശ്വാസജനകമായ കാര്യമാണ്. അങ്ങേയറ്റത്തെ ഒരു പ്രത്യാശാഭരിതമായ വാർത്തയാണെന്ന് പറയുമ്പോൾ പോലും ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആ ലോറി എത്രയും പെട്ടെന്ന് അതിനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അത് ദൗർഭാഗ്യവശാൽ ഇന്നത് സാധിക്കാതെ പോകുന്നത് ഈ കാലാവസ്ഥയിലെ ഈ കടുത്ത വലിയ തിരിച്ചടി മൂലമാണ്, ഈ കുത്തൊഴുക്ക് മൂലമാണ്. കാരണം ഈ നേവി ഡൈവർമാർ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണം, അതിനുശേഷം ഈ ലോറി ലോക്ക് ചെയ്യണം, അതിനുശേഷമാണ് ഇതിനെ മുകളിലേക്ക് ഉയർത്താനുള്ള നടപടികൾ തുടങ്ങുക. ഇതിനാദ്യമായി ചെയ്യേണ്ടത് നേവി ഡൈവർമാർക്ക് ഈ ഗംഗാവാലി പുഴയ്ക്കുള്ളിലേക്ക് പോകാൻ കഴിയുക എന്നുള്ളതാണ്. അത് നടന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം. നാളെ അതിന് പരിഹാരം ഉണ്ടാകും. നാളെ മഴ അല്പമൊന്ന് മാറി നിന്നാൽ, അടിയൊഴുക്ക് അല്പമൊന്ന് കുറഞ്ഞു നിന്നാൽ നേവി ഡൈവർമാർക്ക് ഇറങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷ. നാളെ ഈ ദൗത്യത്തിലെ, ഈ മിഷൻ അർജുൻ ദൗത്യത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിവസം നാളെയാണ് എന്ന് പറയാം വേണു. കാരണം നാളെ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ഡ്രോൺ പരിശോധന നാളെ നടക്കാൻ പോകുന്നു. മേജർ ഇന്ദ്രപാൽ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ഡ്രോൺ സംവിധാനം ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഷിരൂരിലേക്ക് എത്താൻ പോകുന്നു. നാളെ രാവിലെ മുതൽ അത് പ്രവർത്തന സജ്ജമാകാൻ പോകുന്നു. അതിശക്തമായ ഡ്രോണാണ് എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ആഴത്തിലുള്ള വസ്തുക്കൾ, ഒബ്ജക്റ്റുകൾ വളരെ ഭംഗിയായി, എത്ര കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴയാണെങ്കിലും വളരെ ഭംഗിയായി തന്നെ അതിന്റെ കിടപ്പ് എങ്ങനെയാണ്, അതിന്റെ ഘടന എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിശക്തമായ ഡ്രോണാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലോറി താഴെ കീഴ്മേൽ മറിഞ്ഞ് കിടപ്പുണ്ടെന്ന് SP പറയുമ്പോൾ പോലും ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന, ഇതിനെ എവിടെ ടക്ക് ചെയ്യാൻ, ഇതിനെ എവിടെ കെട്ടാം, എവിടെ ലോക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളിൽ കുറച്ച് വ്യക്തത ഈ ഡ്രോൺ സംവിധാനത്തെ പരിശോധന കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട്. അരുൺ, ഡേ 1 മുതൽ അരുൺ പൂപ്പറമ്പ് ഇവിടെയുണ്ട്, നമ്മളൊക്കെ ഇവിടെയുണ്ട്. ഡേ 8 കഴിയും നമ്മൾ നിരാശരാണ്. ഡേ 9 നമ്മളൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഈ ഷിരൂരിൽ നിൽക്കുന്നത് ഏത് മാനസികാവസ്ഥയിലാണ് അരുൺ? എല്ലാ ദിവസവും നമ്മൾ, അതായത് കഴിഞ്ഞ ഈ 8 ദിവസവും നമ്മൾ അവസാനം ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു നിരാശാജനകമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരിക്കും. നമ്മൾ ആദ്യഘട്ടം മുതൽ ഈ ദൗത്യത്തിന് ഒപ്പം ഇതിനൊരു ഐക്യപ്പെട്ടുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മളെ പലപ്പോഴും അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ ഇരിക്കുമ്പോൾ പോലും നമ്മൾ വളരെ സംവേദനത്തോടെ ഇവിടെ കാത്തിരുന്ന ആ വിവരങ്ങൾ പങ്കുവെക്കുകയും റിപ്പോർട്ട് തേടുകയും അർജുന് വേണ്ടി കേരളം കാത്തിരിക്കുമ്പോൾ അതിനോട് നമ്മൾ ഐക്യപ്പെട്ട് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ വലിയൊരു സംഭവമായി അത് മാറുകയും ചെയ്തു. അത് ഇവിടുത്തെ ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, ഇത് അത്ഭുതപ്പെടുത്തുന്നതാണ്. മാധ്യമങ്ങൾ മാത്രമല്ല, കേരളത്തിൽ നിന്ന് സന്നദ്ധമായി വരുന്ന നിരവധി ആൾക്കാർ, അങ്ങനെ നിരവധി പേരുടെ കാത്തിരിപ്പാണ്. അങ്ങനെ അവസാനം ഈ ലോറി കണ്ടെത്തുന്നു. ഇനിയും അവസാനിച്ചിട്ടില്ല, ആ ദൗത്യം പൂർണ്ണമായിട്ടില്ല. അതിപ്പോൾ ജില്ലാ പോലീസ് മേധാവി തന്നെ പറഞ്ഞു, വളരെ ദുഷ്കരമായിട്ടുള്ളൊരു സാഹചര്യം ഗംഗാവലി പുഴയിലുണ്ട്. ഇന്ന് നമ്മൾ ഈ ലോറി കണ്ടെത്തിയെന്ന വിവരം പുറത്തു വന്ന ഘട്ടത്തിൽ നമ്മൾ കുറച്ചുകൂടി അത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ഈ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ അത് ലോക്ക് ചെയ്യുകയും മറ്റ് നടപടിയിലേക്ക് ഇന്ന് തന്നെ കടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമെന്ന് പറയാൻ കഴിയില്ല, ഇവിടെ ഉച്ചയ്ക്ക് ശേഷം എല്ലാ ദിവസങ്ങളിലും ഇന്ന് ശക്തമായ മഴയാണ്. ഇന്ന് ഒരു പക്ഷേ അതിൽ കൂടുതൽ വലിയ കാറ്റും മഴയും ഉണ്ടായി. ഇന്നലത്തേക്കാൾ വല്ലാത്ത പെയ്തു അല്ലേ? അതങ്ങനെ അത്തരമൊരു സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു എന്ന്, ആ സമയത്ത് തന്നെ ഇങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതും ഒരു വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പെട്ടെന്ന് വളരെ വലിയ മഴ പെയ്യുന്നു, കാറ്റ് വീശുന്നു,
അടിയൊഴുക്കും വലിയ രീതിയിൽ ഉണ്ടാകുന്നു. നേവി അവിടെ ലൊക്കേറ്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് അവർ കാത്തിരുന്നു. പക്ഷേ ഇന്ന് അത് അവർക്ക് ആ നടപടികളിലേക്ക് കടക്കാൻ സാധിച്ചില്ല. നാളെ എന്തായാലും നാളെ ഇപ്പോൾ MLA പറഞ്ഞതനുസരിച്ച് നിങ്ങൾ വളരെ അക്ഷമരായി വെയിറ്റ് ചെയ്യണം. നാളെ അവരുടെ വളരെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. രാവിലെ മുതൽ അവർ ആ ദൗത്യത്തിൽ ഏർപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അവർ ഈ നേവിയുടെ കൂടുതൽ സംവിധാനങ്ങൾ അവർക്ക് ഇത്തരത്തിലുള്ള ഈ വാഹനങ്ങളൊക്കെ പുറത്തെടുക്കുന്നതിന് വേണ്ടി അവർക്ക് പരിചയ സമ്പത്തുള്ളതാണ്. നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് അതാദ്യം ഇവർ അതിനൊരു പരിശോധന നടത്തി അത് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ആദ്യ നടപടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇത് പുറത്തേക്ക് എടുക്കുന്ന മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഇതിന് കാലാവസ്ഥ അനുകൂലമാകണം എന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ MLA ഉൾപ്പെടെ പറയുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായാൽ അത്തരം ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. നമുക്കങ്ങനെ നാളെ കാലാവസ്ഥ അനുകൂലമാകുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അപ്പോൾ അർജുന് വേണ്ടി 8 ദിവസം കഴിഞ്ഞ് 9ാം ദിവസത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് വിവരം പങ്കുവെക്കാൻ കഴിയുന്നു എന്ന് തന്നെ വലിയ ആശ്വാസമാണ്. കേരളക്കരെ ആകെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വ്യൂവേഴ്സ് കാണുമ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഓരോ നിമിഷവും അതിന് അക്ഷമരായി അവർ കാത്തിരിക്കുന്നു. അതിൽ എന്ത് സംഭവിക്കുന്നു അറിയുന്നതിന് വേണ്ടി ഓരോ നിമിഷവും അവർ കാത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുകയാണ്. അതിന് നമ്മൾ ആ വിവരം അതുപോലെ തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നു. എന്തായാലും നാളെ ഒരു ദിവസം കൂടിയുണ്ട്, വളരെ നിർണായകമായ അപ്പോൾ വീണ്ടും അങ്ങനെ നാളെ ഒരൊറ്റ ദിവസം അതിപ്രധാന ദിവസമാണ്. നാളെ ആ ലോറി ഈ ഗംഗാവലിപ്പുഴയുടെ മുകൾ പരപ്പിലേക്ക് വരാൻ പോകുന്നു. അതിൽ അർജുൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂടപ്പുറപ്പുണ്ട്. അർജുൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഹോപ്പിംഗ് ആൻഡ് ഹോപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനുമായി ജിതിൻ പറയുന്നത്, കേരളത്തോടൊന്നാകെ പറയുന്നത് പ്രാർത്ഥിക്കൂ എന്ന 2 വാക്കുകൾ ജിതിൻ പറയുകയാണ്. നാളെ ഇതിപ്പോൾ 9ാം നാളാണ്. നമുക്ക് എന്തും പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഒരു സാഹചര്യം, ഒരവസ്ഥ എന്തായാലും ഉണ്ട്. നാളെ 9ാം നാൾ. പക്ഷേ അപ്പോഴും അർജുൻ്റെ കുടുംബം ചില അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എന്തായാലും ഇന്ന് രാത്രി 11 മണി വരെ നാവികസേനയുടെ സംഘം അവിടെ തുടരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പകൽ പോലും അസാധ്യമാകുന്ന ജമ്പിങ് രാത്രിയാകുമ്പോഴേക്കും ആകെ ഇരുട്ടാകുമ്പോഴേക്കും വിസിബിലിറ്റി ഏതാണ്ട് പൂർണ്ണമായി തന്നെ 100% ഇല്ലാതാകുമ്പോഴേക്കും അതെങ്ങനെ സാധ്യമാകുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ AKM അഷ്റഫ് MLA അഭ്യർത്ഥന പ്രകാരം തുടരുന്നു എന്നതല്ലാതെ ഒഫീഷ്യലി ഈ ഒരു ഇന്നത്തെ പരിശോധന, ഇന്നത്തെ ഈ ശ്രമങ്ങൾ അവസാനിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ തുടങ്ങാൻ പോകുന്നു. വേണു, നാളെ ഈ ഷിരൂർ ദൗത്യത്തിൽ ഈ മിഷൻ അർജുനിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായ ദിവസമാണ്. നാളെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് നാളെ ഉത്തരം വരാൻ പോകുന്നു. അത് ശുഭകരമാണെങ്കിലും അല്ലെങ്കിലും.